ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കുള്ള അടിപൊളി രണ്ട് സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒന്നാമത്തെ ഒരു ട്രിക്കാണ്, രണ്ടാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ ഇവിടെ സെർച്ച് ബാറിങ് താഴെയുള്ളത്, ഈ സെർച്ച് ഐക്കൺ ലെൻസ് ഐക്കണെങ്കിൽ താഴെയുള്ളത്, ഇത് ഞെക്കിയാൽ ഇവിടെ 1-2 പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ടാമത് ഇവിടെ ഞെക്കി എന്നിട്ട് കീബോർഡ് ഓപ്പൺ ആക്കണം. അതിന് പകരം ഇതില്ലേ, ഇതിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ ഡയറക്റ്റ് കീബോർഡ് ഓപ്പൺ ആവും. കണ്ട, അടിപൊളിയല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ താഴെ ഞെക്കി എന്നിട്ട് മേലെ ഞെക്കി ഇങ്ങനെ കളിക്കേണ്ട, ഇവിടെ 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തെന്ന് പറയുന്നത്, നമ്മൾ ഗൂഗിളിൻ്റെ പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരുപാട് പാസ്വേഡുകൾ നമ്മൾ സേവ് ചെയ്യലുണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നും ലോഗിൻ ചെയ്യുന്ന നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവും. അതുപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിളിൽ ആഡ് ചെയ്ത് വെക്കും. ആവശ്യ സമയത്ത് ഓട്ടോ ഫിൽ ചെയ്ത് പെട്ടെന്ന് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു സെറ്റിങ്സ് കൂടി ചെയ്തിരിക്കും. അതെന്താ സെറ്റിങ്സ്? അതിന് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് പോവുക. സെറ്റിങ്സിൽ ഗൂഗിൾ എന്നുള്ള ഭാഗം ഉണ്ടാവും, ഈ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഇതൊക്കെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാണ് ഈ പറഞ്ഞിരുന്നത്. ഇവിടെ എന്ത് ചെയ്യുക? ഓൾ സർവീസസ് എടുക്കുക. ഓൾ സർവീസസ് എടുത്താൽ ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയാൽ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെ ഭാഗത്ത് പ്രിഫറൻസ് എന്നുള്ള ഒരു ഭാഗമുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഫിംഗർ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ ലോക്ക് കൊടുക്കണം. ഞാനിപ്പോൾ സ്ക്രീൻ ലോക്ക് കൊടുക്കാതെ സ്ക്രീൻ ലോക്ക് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. ഇതിൽ മേലത്തെ 2 ഓൺ ആക്കിയിട്ടേക്കുക. ഡിഫാൾട്ടായിട്ട് ഓഫിലുണ്ടാവുക, അത് ഓൺ ആക്കിയിട്ടേക്കുക. അതുപോലെ താഴെ ഭാഗത്തുള്ള ഇതും ഓൺ ആക്കിയിട്ടേക്കുക. ഇതെന്തിനാ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിച്ചു നോക്കി അറിയാം. ഈ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്ന നേരം നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിലും ഫോണിൻ്റെ ഒന്നിക്കിൽ നമ്മളെ ബയോമെട്രിക് കൊടുക്കണം, അതും അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് കൊടുക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കാണ്ട് ചെയ്യാനാകില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് പാസ്വേഡ് മാനേജർ നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിലും ഇതുപോലെ തന്നെ ബയോമെട്രിക്കോ അല്ലെങ്കിൽ സ്ക്രീൻ ലോക്കോ കൊടുക്കണം. ഇനി മൂന്നാമത്തെ എന്തിനാ? നമ്മളെ ഈ അക്കൗണ്ട് വെച്ചിട്ട്, ഈ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഡിവൈസ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും കൂടി ഇത് അപ്ലൈ ആകാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ ഓൺ ആക്കിയിരുന്നത്. സംഭവം തിരിഞ്ഞിക്കോ? തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തതിൽ നട്ടം തിരിയും. എന്തായാലും വളരെ ഉപകാരമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 2 കാര്യങ്ങളും ചെയ്തു വെക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിക്കിൻ്റെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുത്തേക്ക്. പാവം ഉമ്മക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.